ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തൊട്ട് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. മോഡലിംഗിനാണെന്നും പറഞ്ഞിട്ട് യുവതികളെ വിദേശത്ത് കൊണ്ടുപോയി പീഡിപ്പിക്കുന്നു, ഓരോരുത്തർക്ക് കാഴ്ച വെക്കുന്നു. നിലവിൽ ഈ ഒരു കാര്യത്തിൽ 5 പ്രതികളാണുള്ളത്. 3 പേര് അറസ്റ്റ് ആയിട്ടുണ്ട്. എറണാകുളം സ്വദേശി അലീന, തൃശൂർ സ്വദേശി സിന്ധു, പൊന്നാനിക്കാരി മഞ്ജിമ. ഈ 3 സ്ത്രീകളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി പിടിക്കാനുള്ള ബാക്കി 2 പേർ ദുബായിലാണെന്നാണ് കരുതുന്നത്. ഈ കേസ് വന്ന സമയത്ത് സിന്ധു മുംബൈ വഴി വിദേശത്തോട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുംബൈ എയർപോർട്ടിൽ നിന്നാണ് ഇവളെ പൊക്കുന്നത്. ഈ സിന്ധു എന്ന് പറയുന്നതാണ് ഇതിനകത്ത് മെയിൻ കണ്ണി. ഇവർക്ക് ഈ സ്ത്രീകൾക്ക് വിസയും കാര്യങ്ങളും അങ്ങോട്ട് കയറ്റി വിടാനുള്ള മെയിൻ പരിപാടികളെല്ലാം നടത്തുന്ന ഇവളാണ്. ഇവരുടെ ഗ്യാങ്ങിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന 2 യുവതികൾ കഴിഞ്ഞ മാർച്ചിൽ പോലീസിന് പരാതി കൊടുത്ത സമയത്താണ് ഇങ്ങനൊരു വകുപ്പുണ്ട്, ഇങ്ങനൊരു സംഭവം ഇവിടെ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പുറംലോകം അറിയുന്നത്. അറസ്റ്റിലായ ഒരുത്തിയുണ്ട് അലീന എബ്രഹാം എന്ന് പറയുന്നത്. അവിടെ ഒരു വീഡിയോ ആണ് ഇപ്പൊ ന്യൂസിലതൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അലീന. നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? ഈ വരുന്ന ജാനുവരി 25 നമ്മുടെ സ്വന്തം ദുബായിൽ വെച്ച് അലീസ ഇവന്റ്സ് ഒരു ഫാഷൻ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. പോപ്പുലർ ഫാഷൻ ഡയറക്ടർ, കൊറിയോഗ്രാഫർ, ഗ്രൂമറായ ഡാലി കൃഷ്ണദാസാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലുള്ള വീഡിയോസ് പബ്ലിഷ് ചെയ്യാണ്. ഈ വരുന്ന ജാനുവരി 25 ദുബായിൽ വെച്ചിട്ട് ഒരു ഫാഷൻ ഇവന്റ് നടത്തുന്നുണ്ട്. അതിനകത്ത് താല്പര്യമുള്ള യുവതികൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനകത്ത് സെലക്ട് ചെയ്യുന്ന ആൾക്കാരെ ദുബായിൽ കൊണ്ടുപോകും. അവിടെ വെച്ചൊരു ഫാഷൻ വർക്ക്ഷോപ്പ് ഉണ്ട്. ആ വർക്ക്ഷോപ്പിനകത്ത് സെലക്ട് ചെയ്യുന്ന ആളുകളെ ഫെബ്രുവരിയിൽ നടക്കുന്ന ഫാഷൻ ഷോയിൽ പങ്കെടുപ്പിക്കുന്നതാണ്. അതൊക്കെ ഈ രീതിയിലൊക്കെയുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടാണ് ഈ യുവതികളെ ഇവിടുന്ന് കടത്തി ദുബായിലോട്ട് കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്ക് വിധം അങ്ങ് മാറും. ഇതാണ് ഇപ്പോൾ ഈ അറസ്റ്റിലായ അലീന എബ്രഹാമിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. അറസ്റ്റിലായി കഴിഞ്ഞ ശേഷം ഇവിടെ ഫോളോവേഴ്സിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 18 ആയിരുന്നു, നേരത്തെ രാവിലെ കണ്ടു 10-12 കണ്ടേ ഉള്ളായിരുന്നു. ആൾക്കാർ എന്തിനാണ് എന്തോ ഫോളോ ചെയ്യുന്നത്. ഇവിടെ 1-2 റീല് നമുക്ക് കാണാം ഗൈസ്. വരുന്ന വരക്കം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും മോഡൽ, തനി മോഡലാന്ന് വിചാരിക്കും. പക്ഷെ എവള് മോഡൽ അല്ല. നിങ്ങൾക്ക് അങ്ങ് പോയാൽ പോരെ ഈ ദുബായിലോട്ടൊക്കെ. എന്തിനാണ് ഇവിടുത്തെ സ്ത്രീകളെ വിളിച്ചോണ്ട് പോകാൻ നിൽക്കുന്നത്? എവിടെ ഈ പ്രൊഫൈലൊക്കെ കാണുമ്പോൾ ആളുകൾ ആയിരിക്കും അയ്യോ നല്ല കറകളഞ്ഞ മോഡൽ. പക്ഷെ ഇതൊക്കെ ട്രാപ്പാണ്. ഇങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. ചേച്ചിയുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുവാണെങ്കിൽ അതാണ്ട് പല കോസ്റ്റ്യൂംസിൽ പല തരങ്ങളിൽ ഇത് പ്രൊമോഷനും ഉണ്ട്. കണ്ടാൽ എന്ത് മാന്യ. നോക്ക് അടുത്തത് ഇതെന്താണ്? ഭയങ്കര മോഡലാണ് ഗൈസ്, ഭയങ്കര മോഡലാണ്. കണ്ടില്ലേ ആരുടെ കൂടെ ഡാൻസ് കളിക്കുന്നുണ്ട്. ഇവന്മാരൊക്കെ ഞാൻ പെടുവോ എന്തോ. എന്തിനാണെങ്കിലും ഇതാണ് ചാച്ചിയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ. മെയ്ഡ് ഇൻ 2002 കിട്ടാണ് ഗൈസ്. 27-21 വയസ്സേ ഉള്ളൂ. ബോൺ ടു എക്സ്പ്രസ്, നോട്ട് ടു ഇംപ്രസ്. ഇല്ല വലിയ തള്ളാണ് തള്ളുന്നത്. ആൻഡ് ഇവിടെ പ്രൊഫൈലിനകത്ത് വേറൊരു സംഭവം കൂടെ കണ്ടു. മംഗളത്തിന്റെ ഒക്കെ കവർ പേജാ എവളാ ഈ ലോഗോ ഉടായിപ്പാ. ദൈവമേ, ഏതാണ്ട് ഉണ്ണിക്കണ്ണനെ നീ കൊണ്ടുപോയോ? ഈ പ്രൊഫൈൽ കണ്ട ആരെങ്കിലും പറയുക ഇവൾ ഇമ്മാതിരി ലോഗോ ഫ്രോഡാണെന്ന്. ഒരുപാട് കണ്ട 23 വയസ്സുള്ള പിഞ്ച് കുഞ്ഞ്, ഡിസംബർ 3 ബർത്ത്ഡേ. അയ്യോ, മലയാളി തനിമയുള്ള മലയാളി മംഗള കയ്യിലിരിപ്പോ തന്തയില്ലായ്മ. ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ നല്ല പുള്ളിക്കാരത്തിന്റെ കാമുകനാണെന്ന് തോന്നുന്നു. വളരെ സൽസ്വഭാവിയായിട്ടുള്ള ഒരു യുവാവിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ നമുക്കിവിടെ കാണാം. കല്യാണം കഴിഞ്ഞോ എന്തോ. നല്ല രീതിയിൽ താമസിക്കുന്ന ഒരു വ്യക്തി, നല്ല ഐശ്വര്യമുള്ള ഒരു മനുഷ്യൻ, വളരെ പാവമായിട്ടുള്ള ഒരു മനുഷ്യന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഒന്ന് കയറി നോക്കാം. ഔറംഗസീബ് ഒഫീഷ്യൽ 37,900 ഓൾമോസ്റ്റ് 38,000 ഫോളോവേഴ്സ് ഒക്കെ ഉള്ള വലിയ പുള്ളിയാണെന്ന് തോന്നുന്നു. ഔറംഗസീബ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ ഇദ്ദേഹം തന്നെ ഇട്ട ഒരു റീല് കാണിച്ചു തരാം. അതിനകത്ത് തന്നെ ഉണ്ട് ഇദ്ദേഹം ആരാണെന്ന്. കേസിലെ മുഖ്യപ്രതി ഗുണ്ടാ നേതാവ് ഔറംഗസീബ് ഒളിവിലാണ്. ഔറംഗസീബിന് വേണ്ടി പോലീസിന്റെ അന്വേഷണം ഊർജിതമാണ്. ഔറംഗസീബ് ആയിരുന്ന ആളാണ് ഗൈസ്. ഔറംഗസീബ് അണ്ണൻ പെരിയ ഗുണ്ടാ നേതാവിടെ. കേസിലടക്കം പ്രതിയായ ഔറംഗസേബ് എന്ന നേതാവ് ഔറംഗസേബ് ചോദ്യം ചെയ്യലിനായി 2 വാഹനങ്ങൾ കത്തിച്ച കേസിലാണ് എറണാകുളം സ്വദേശിയും ഗുണ്ടാ നേതാവുമായ ഔറംഗസേബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മണ്ണാർക്കാട് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ ആലുവ സ്വദേശി ഔറംഗസീബാണ് പിടിയിലായത്. ഇടവേളയ്ക്ക് ശേഷം കൊച്ചിയിലെ ഗുണ്ടാ തലവന്മാർ കളം പിടിക്കുന്നതിന്റെ വിവരങ്ങളാണ്. ഔറംഗസേബിന്റെ അപ്പം ആ നിഷ്കളങ്കമായ മുഖമുള്ള അണ്ണൻ കേരളത്തിലെ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവായിരുന്നു ഗൈസ്. അപ്പൊ എവരുമായിട്ടാണ് പെണ്ണിന്റെ കമ്പനി. പുള്ളിയുടെ കാമുകിയോ സംതിങ് എന്തോ ആണെന്ന് തോന്നുന്നു. ഈ പറയുന്ന യുവതികളെ ഇവിടുന്ന് വാഗ്ദാനം നൽകി കൊണ്ടുപോയതിന് ശേഷം എന്തെങ്കിലും കേസുമായിട്ട് മുന്നോട്ട് പോകും എന്ന് പറയുമ്പോൾ അവന്റെ ഭാര്യയാണ് നീയൊക്കെ ഞാൻ പറയുന്ന പോലെ കേട്ടില്ലെങ്കിൽ തട്ടിക്കളയും എന്ന് ഈ ഔറംഗസീബ് എന്ന് പറയുന്ന ഗുണ്ടയുടെ പേര് പറഞ്ഞിട്ടാണ് ഭീഷണിപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഈ അലീന എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കാണിച്ച സൽസ്വഭാവിയായിട്ടുള്ള കോമളത്തുള്ള ആ മുഖമുള്ള അവൾ ഒരു ക്രിമിനൽ കേസിലെ പ്രതിയും കൂടിയാണ്. ബാറിൽ കടന്ന് തല്ലുണ്ടാക്കിയതിന്റെ പേര് കേസുള്ളവളാണ്. ഈ പറയുന്ന ഗുണ്ടാ നേതാവിന്റെ കാമുകിയോ ഭാര്യയോ ആരോ ആണ്. ഇത് ഈ ഗുണ്ട പരിപാടിയൊക്കെ ഇപ്പൊ ഭയങ്കര ഇതുണ്ടല്ലേ,
റീൽ അവര് ഭയങ്കര ഇതാണ്. നമ്മൾ മറ്റേ പൾസർ സൂര്യയുടെ കാര്യത്തിൽ ഇതുപോലെ കണ്ടതാണ്. ഭയങ്കര മാസ് ബീജങ്ങളൊക്കെ ഇട്ടിട്ട് ഇത് സെലിബ്രിറ്റികളാണ് നിങ്ങൾ, സെലിബ്രിറ്റി. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കയറ്റിയിട്ട് റീൽ അപ്ലോഡ് ചെയ്യാണ്. ഞാൻ ഗുണ്ടാ നേതാവാണ്, ഞാൻ ഇന്ന കേസിലൊക്കെ പ്രതികളാണ്, ഞാൻ സൂപ്പറാണ്, കിടിലമാണെന്ന്. എന്തുവാടെ എങ്ങോട്ടാണ് ഈ നാട് പോകുന്നത്? ഇപ്പം വേറൊരു ട്രെൻഡാണ് ഗുണ്ടകളെ പിടിച്ചിരുത്തിയിട്ട് പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂസ് എടുക്കുന്നത്. ഇങ്ങനെയുള്ള ട്രെൻഡാണ്. കുറച്ചും കൂടെ ഗുണ്ടകളുടെ ജീവിതം അറിയാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. കുറച്ച് ആൾക്ക് മരട് അനീഷിനെയൊക്കെ പിടിച്ചിരുത്തി മറുനാടൻ വരെ ഇതെടുക്കുന്നുണ്ട്. കാര്യം നല്ലതാണ്. ഇവരുടെ ജീവിതം നാട്ടുകാർക്ക് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. നാട്ടുകാർ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു റീജിയൻ ആണല്ലോ ഗുണ്ടകളുടെ ജീവിതം എന്താണെന്ന്. അത് അവർ തന്നെ തുറന്നു പറയുന്ന ഒരു പുതിയ അറിവാണ്. അതൊക്കെ നമ്മൾ തെറ്റ് പറയുന്നില്ല. പക്ഷെ ഈ ബീജം ഇട്ടിട്ട് കാണിക്കുന്ന പരിപാടി, അതിന്റെ അടിയിലും പോയിട്ട് തീയുടെ കമന്റ് ഇടുന്നവന്മാര് കാണും. ആണ്ട പെണ്ണുങ്ങളടക്കം ഉണ്ട് തീയുടെ കമന്റ്. അതുകൊണ്ട് എന്തോരം തീയാണ് നോക്കിയേ. തീ 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 എടേ ഗുണ്ടയാടെ ഇവനൊക്കെ ഗുണ്ടക്കൊക്കെ തീ. വടിവാള് വല്ലതും ഉണ്ടോടാ? എന്റെ ചേട്ടൻ ഹാർട്ട് കെട്ടിപ്പിടുത്തം എന്തൊക്കെയായിട്ട് വെച്ചേക്കുന്നത് ഫുള്ള് തീ. ഇവരെ വരെ ആരാധിക്കുന്ന പിള്ളേരുള്ള സമൂഹമാണ്. ഇവരൊക്കെ ഇപ്പൊ സെലിബ്രിറ്റീസാ. പണ്ടൊക്കെ ഗുണ്ടകളായിരുന്നു, ഇപ്പൊ സെലിബ്രിറ്റി. ഈ പറയുന്ന അലീന എന്ന് പറയുന്ന പെണ്ണിന്റെ കാമുകൻ തന്നെ ആയിരിക്കണം. കണ്ടില്ലേ, മാച്ചിങ് ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുകയാണ്. കാമുകനോ കാമുകിയോ എന്ത് അന്തരലൊക്കെ ആയിരിക്കണം. കുറെ ഫോട്ടോസ് ഇതുപോലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ മോഡലിംഗ് എന്ന് പറയുന്ന പേര് കേട്ടപ്പോഴേ ചാടിത്തുള്ളി കയറി പോകുന്ന പെൺകുട്ടികൾ ജസ്റ്റ് ഒന്ന് ബേസിക് ഇവളെ പറ്റി ഇവൾ ആരാണെന്നൊന്ന് സെർച്ച് ചെയ്തിരുന്നെങ്കിൽ കിട്ടിപ്പോയെന്നെ. അവിടെ പ്രൊഫൈലിനകത്ത് തന്നെ കൊളാബ് ചെയ്തിട്ടേക്കുന്ന ഫോട്ടോസ് ആണ് ഇതൊക്കെ. ഇതൊന്നും അന്വേഷിക്കാതെ മോഡലിംഗ് എന്ന് പറഞ്ഞ് കേട്ട് ദുബായി കൊണ്ടുപോയി ഫാഷൻ ഷോ നടത്തിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്തൊക്കെയോ സ്വപ്നം കണ്ട് ചാടിത്തുള്ളി കയറിപ്പോയി. അവിടെ അനുഭവിച്ച കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അയ്യോ അത്രയും ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങളാണ് അനുഭവിച്ചത്. ഈ രക്ഷപ്പെട്ട് വന്ന 1-2 യുവതികളുടെ വോയിസ് റെക്കോർഡ് പല ചാനലിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഞാനതൊന്ന് കേൾപ്പിക്കാം. ദുബായിൽ എത്തുന്ന വരെ എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ജോബാണ് ഇവർ ഉദ്ദേശിച്ചിരുന്നു. ഇങ്ങനത്തെ ഒരു വർക്ക് എനിക്കാണെന്ന് കൊണ്ടുപോയതെന്നും എനിക്കറിയില്ലായിരുന്നു. അന്ന് ആദ്യത്തെ ഇവരെന്നോട് പറഞ്ഞു നിനക്കൊരു ക്ലയന്റ് ഉണ്ട്. ഞാൻ പറയും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് എന്നെ പിടിച്ചൊരു കുട്ടി അടിക്കുകയും ബലായിട്ട് ഡ്രിങ്ക്സിൽ എന്തോ ഒരു വെള്ളപ്പൊടി കലക്കി തന്ന് കുടിപ്പിക്കുകയും ബോധം പോകുന്ന രീതിയിലാക്കിയിട്ട് അവരുടെ വേറെ ആൾക്കാർ വരെ പോവുകയൊക്കെ ചെയ്തിരുന്നത് അങ്ങനെയാണ്. കൂടാതെ ഇതൊരു സൗണ്ട് ഒന്ന് മോഡുലേറ്റ് ചെയ്തിട്ടാണ് പുറത്തുവിട്ടേക്കുന്നത്. കാരണം ഐഡന്റിറ്റി പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പുള്ളിക്കാരത്തി പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ല. ഞാൻ ഒന്ന് പറയാം. ഈ ഫാഷൻ ഷോയ്ക്കാണെന്ന് പറഞ്ഞ് അവിടെ ചെന്നതിന് ശേഷം ഓരോരുത്തന്മാർ വരുന്ന സമയത്ത് ഓരോ ക്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരുടെ അടുത്ത് ചെല്ലുകയാണ്. ഈ പറയുന്ന സമയത്ത് ഇവര് പോകാൻ താല്പര്യം കാണിച്ചില്ലെങ്കിൽ അവരെ അടിക്കുകയും മറ്റേ വെള്ളപ്പൊടി എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇത് കലക്കി കൊടുപ്പിച്ച് ബോധം കെടുത്തിയിട്ട് മറ്റോമാർക്ക് കൊണ്ടുപോയി കൊടുക്കും. ബോധം ഇല്ലെങ്കിൽ പിന്നെ അറിയാമല്ലോ എന്താ നടക്കുന്നതെന്ന്. ഒന്ന് റെസിസ്റ്റ് ചെയ്യാനുള്ള ആരോഗ്യം പോലും അന്നേരം കാണില്ല. വീട്ടിലേക്ക് വിളിച്ചിട്ട് എന്റെ ഫോൺ ഇവര് കൈക്കലാക്കിയത് പ്രകാരം എന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഞാൻ ഇവിടെ ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യുകയാണെന്നും എന്നെ ഒഴിവാക്കണം എന്നുള്ള രീതിയിലും ഇവര് എന്നെ കൊടുപ്പിച്ച് ഓരോന്നും ചെയ്യുന്ന ഓരോ ആണുങ്ങൾ വരുന്നതും അതും ഇതെല്ലാമായിട്ട് എന്നെ ന്യൂഡ് ഫോട്ടോസ് എടുത്തിട്ട് എന്റെ വീട്ടിലേക്ക് കാണിച്ചു കൊടുക്കുകയും ഞാൻ കഴിഞ്ഞായിട്ട് നടക്കുകയാണെന്ന് എന്റെ ഭർത്താവിനോട് പറയും. നാടിൽ മുഴുവനും പ്രചരിപ്പിച്ച് ഈ ഫോട്ടോ കാണിച്ച് എന്നെ ഭീഷണിപ്പെടുത്താൻ ഈ സൈറ്റുകളിൽ ഇടുന്നു. എന്റെ കുഞ്ഞിനെ കൊന്നു കളയുന്നതെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവിടെ നിർത്തി. കൂടാതെ ഈ ഡ്രഗ്സ് എന്റെ ശരീരത്തുള്ളത് കൊണ്ട് അവിടുത്തെ സീരിയനെ കൊണ്ട് പിടിപ്പിക്കുമെന്ന് പറഞ്ഞ ബ്രൂട്ടലായിട്ട്, വളരെ ബ്രൂട്ടലായിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവർ പറയുന്നത് ചെയ്യാതെ വരുമ്പോഴത്തേക്ക് ഓൾറെഡി ഈ പറയുന്ന വീഡിയോ ഒക്കെ ഇവർ എടുത്തു വെക്കും. ഈ വീഡിയോ ലീക്ക് ആക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. എന്നിട്ട് വീട്ടിലോട്ട് വിളിച്ചിട്ട് ഇവിടെ മറ്റേ പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുക. ഈ വീഡിയോ ലീക്ക് ആക്കുക. സ്വന്തം കൊച്ചിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക. ഭർത്താവും കൊച്ചുങ്ങളൊക്കെ ഉള്ളവരാണ് ഈ ഒരു പരിപാടിക്ക് പോയേക്കുന്നത്. ഈ ഭർത്താവിനൊന്നും ഉത്തരവാദിത്വമില്ലേ? എന്താണ് ഇവർ ചെയ്യുന്നത്? എങ്ങോട്ടാണ് പറഞ്ഞു വിടുന്നതെന്നൊക്കെ. എന്നിട്ട് അതും പോരാഞ്ഞിട്ട് ഇവരെ സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റും. ഇവർ ഡ്രഗ് അഡിക്റ്റ് ആണെന്നും പറഞ്ഞിട്ട് ദുബായ് പോലുള്ള ഒരു സ്ഥലത്ത് UAE-ലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അകത്ത് കിടക്കും. നമ്മൾ ഇവിടുത്തെ കൂട്ട് പിറ്റേ ദിവസം വെയിലെടുത്ത് കിട്ടി ഇറങ്ങാനൊന്നും പറ്റത്തൊന്നുമില്ല. അവിടുത്തെ CID കൊണ്ട് പിടിപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും ബ്രൂട്ടലായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. മറ്റൊരു വീഡിയോയിൽ പറയുന്നത് അവരെപ്പോഴും വെള്ളത്തിലും എന്തിനകത്താണെങ്കിലും ഈ വൈറ്റ് പൊടി കലക്കി കൊടുത്ത് ബോധരഹിതരാക്കിയും കിട്ടേക്കാണെന്നാണ്. ഓരോരുത്തർ വരുമ്പോഴത്തേക്കും വന്നങ്ങ് കയറിയാൽ മതി. എന്തോ ഒരു വെള്ളപ്പൊടി കലക്കി തന്ന് കുടിപ്പിക്കുകയും ബോധം പോകുന്ന രീതിയിലാക്കിയിട്ട് അവരുടെ വേറെ ആൾക്കാർ വരെ പോവുകയൊക്കെ ചെയ്തിരുന്നത് അങ്ങനെയാണ്. ഒരുപാട് ശാരീരികമായിട്ട് ഉപദ്രവിക്കും. ഡെയിലി ഡ്രിങ്ക്സിലും ഈവൻ പച്ചവെള്ളത്തിൽ പോലും ഓരോന്ന് കലക്കി തരുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. നമുക്ക് പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഒരു ഫീലാണ് അവിടെ ഉണ്ടാവുക. കേട്ടില്ലേ? ഫുൾ ടൈം
ഈ ഡ്രഗ് കൊടുത്ത് ബോധം കെടുത്തി കിടത്തുകയാണ്. ഇവരുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആ ഫ്ലാറ്റിൽ 8ഓളം സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രക്ഷപ്പെട്ട് വന്നേക്കുന്ന 1-2 പേര് മാത്രമാണ്. ഇനിയും അവിടെ സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവർ കൂടുതലും മലയാളികൾ തന്നെ ആയിരുന്നു എന്നാണ്. ഇത് ചെറിയൊരു ശൃംഖലയല്ല, ഇത് വലിയൊരു ശൃംഖലയാണ്. 1, 2, 3 അല്ല 5 പേരുടെ പേരാണ് ഇപ്പോൾ ഉള്ളത്. ഈ 5 പേരും അല്ല ഇതിനകത്ത് ബാക്കിലുള്ളത്. ഇതിന്റെ പുറകിൽ വലിയ വലിയ ടീംസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ മാതിരി പരിപാടിയൊന്നും ഇവിടെ നടക്കത്തില്ല. എന്താണെങ്കിലും ഒരു അന്വേഷണത്തിന് ഒരു SIT ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് കൊച്ചി പോലീസ് കമ്മീഷണർ എന്ന് പറയുന്ന കാര്യം, പരാതിയുമായിട്ട് ഇനി ഇതുപോലുള്ള അനുഭവങ്ങളുള്ളവർക്ക് മുന്നോട്ട് വരാം. അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആൻഡ് എവറിത്തിങ് അവർ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് ഹൈഡ് ചെയ്ത് വെക്കുന്നതാണ്. പരാതിയായിട്ട് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഈ അലീന എന്ന് പറയുന്ന പ്രൊഫൈൽ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവള് വർഷങ്ങളായിട്ട് ഈ ഇൻസ്റ്റാഗ്രാമിൽ റെഗുലർ ആയിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരുത്തിയാണ്. കണ്ടില്ലേ, ഇത് 20ാമത്തെ വയസ്സിന്റെ ബർത്ത്ഡേക്ക് എടുത്തത്. നമ്മൾ നേരത്തെ കണ്ട് 23 വയസ്സുള്ള സമയത്തുള്ളതാണ്. ഇതിനകത്ത് വേണ്ട ഫാഷൻ ഷോയിലൊക്കെ ഇവർ പങ്കെടുക്കുന്ന വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവരുടെ പ്രൊഫൈൽ കാണുന്ന എല്ലാവരും വിചാരിക്കുന്നത് എന്താണ്, ഇവർ ഈ ഒരു ഫീൽഡിൽ തന്നെ നിൽക്കുന്നതാണ്. മേ ബി നിൽക്കുന്നതായിരിക്കാം. ഈ ഒരു കാര്യത്തിന് വഴങ്ങി കൊടുക്കുന്ന സ്ത്രീകളും ഉണ്ടാവും. പക്ഷെ ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്, ഇവരുടെ പ്രൊഫഷൻ വെച്ചിട്ട് ഞങ്ങൾ വലിയ സെറ്റപ്പ് ഒക്കെ ഉള്ള ആൾക്കാരാണ് എന്ന് മറ്റുള്ളവരിൽ ഒരു തോന്നൽ ഉണ്ടാക്കിയിട്ട് അവരെ ചൂഷണം ചെയ്യുകയാണ്. അന്നേരം ഇത് 2022 ഇട്ടേക്കുന്ന പോസ്റ്റാണ്. അന്നേരം എത്ര വർഷങ്ങളായിട്ട് ഇവരിത് പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആലോചിച്ച് നോക്കി ഇവളൊക്കെ. ഇത് കണ്ടില്ലേ, ഞാനിത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ശരിക്കും ഫോട്ടോസും കാര്യങ്ങളും ഇട്ടേക്കുന്നത്. ഇത് കാണുമ്പം ഒരു മോഡലിന്റെ ഒരു പ്രൊഫൈൽ, പക്ക മോഡലിന്റെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരു പ്രൊഫൈൽ. ഇവിടെ നല്ല മറ്റേ ഡാൻസ് കളിക്കുന്ന അബി എന്ന് പറയുന്ന പയ്യനുണ്ട്. അവൻ്റെ കൂടെ റീലൊക്കെ ചെയ്തിട്ടുണ്ട്. ഡാൻസ് സെറ്റ് ആവുമെന്ന് ചോദിച്ചോക്കാം, ചിലപ്പോൾ കിട്ടൂലേ, ചോദിച്ചോക്കാം. എക്സ്ക്യൂസ് മീ, എൻ്റെ പേര് അബി എന്നാണ്. ഡാൻസറാണ്. ഓക്കെ, ഇപ്പൊ ഇത് 2ാമത്തെ തവണയാ. ഇതിന് മുന്നേ ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ട്. നമുക്കൊരു ഡാൻസ് സെറ്റ് ആക്കി വരാം. ഇപ്പോഴോ സിമ്പിൾ സ്റ്റെപ്പ് ഒക്കെ ആണെങ്കിൽ ചെയ്യാം. ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനല്ലേ? ഇല്ല ഇതുപോലെ സ്ട്രേഞ്ചേഴ്സിൽ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ചോദിച്ചത്. ഇതൊക്കെ കാണുമ്പോൾ വളരെ സ്വാഭാവികമായിട്ടാണെന്ന് വിചാരിക്കും. പക്ഷെ 2 കൂടെ പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിയാണ്. നമ്മളെ പൊട്ടന്മാരെയൊക്കെ അല്ലേ കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ ഈ സ്ട്രേഞ്ചേഴ്സുമായിട്ട് ഡാൻസ് ചെയ്യുന്ന വേറൊരുത്തുണ്ടാവല്ലോ, ജിസൺ എന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടെ ഇതുപോലെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലാണിത്. ഇത് വെച്ചിട്ടാണ് ഇവള് ഈ മാതിരി ഉടായ്പ പരിപാടികൾ കാണിച്ചുകൊണ്ടിരുന്നത്. ഇവളെയൊക്കെ ഈ ഫോളോ ചെയ്യുന്ന ആരാണെന്ന് എനിക്ക് മനസ്സിലാവണം. നമ്മൾ ഈ വീഡിയോ ചെയ്ത് തുടങ്ങിയ സമയത്ത് 18.8 ആയിരുന്നു. അതുകൊണ്ട് ഇപ്പം നോക്കിയപ്പോൾ 18.9. ഫോളോവേഴ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഫോളോവേഴ്സിനെ കിട്ടണമെങ്കിൽ ഏതെങ്കിലും കന്നന്തരി പോലെ കാണിച്ചാൽ മതി. എന്നിട്ട് ആ പ്രൊഫൈലും കൂടെ എടുത്ത് ന്യൂസ് ചാനൽസിന് കൊടുത്താൽ മതി. തനിയെ ഫോളോവേഴ്സ് കയറിക്കോളും. ഇത്രയും നാളില്ലാത്ത റീച്ചാണ് ഇവർക്ക് ഇപ്പോൾ. എൻ്റെ പൊന്നുള്ളവർ, എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇമാതിരി ഉടായ്പകൾ കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉടായ്പിന്റെ കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അധോലോകമാണ്, നമ്പർ 1 അധോലോകമാണ് കൊച്ചി. സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇതുപോലെ പരസ്യങ്ങളൊക്കെ കണ്ടിട്ട് ചാടിത്തുള്ളി കാവടി തുള്ളി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന ചതിക്കുഴി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇവർക്ക് എന്താ വട്ടാണോ? നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും എടുത്ത് നിങ്ങളെ ദുബായിൽ കൊണ്ടുപോയി ഫ്ലാറ്റിൽ സ്റ്റേ ചെയ്യിപ്പിച്ച് നിങ്ങളെ അവിടുന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ച് അവിടുത്തെ ഫാഷൻ പ്രോഗ്രാമിൽ നിങ്ങളെ കൊണ്ട് റാമ്പ് ആക്കി ചെയ്യിപ്പിക്കാൻ ഇവർക്ക് എന്താ വട്ടാണോ? അതിന് വേറെ പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരെ കിട്ടത്തില്ലേ? അപ്പൊ ചിന്തിക്കുക, ആരെങ്കിലും എന്തെങ്കിലും ഒരു അവസരം നിങ്ങളെ മുന്നിലോട്ട് നീട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ലാഭം? നമുക്ക് അവർ ഇങ്ങോട്ട് ഇത്രയും കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ലാഭം? നമുക്ക് 1 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ 100 രൂപ നമുക്ക് തരുന്നവന് കിട്ടുന്നുണ്ടാവും. അതിപ്പോൾ എന്താണെങ്കിലും സൂക്ഷിച്ചും കണ്ടും ചെയ്തു കഴിഞ്ഞാൽ ദുഃഖിക്കേണ്ട. സോ കൂടുതലൊന്നും പറയുന്നില്ല. വേറൊരു വീഡിയോ. അപ്പോൾ ശരി, ബൈ.